കയറിട്ടു കയറാലേ മടക്കിട്ടു നെറ്റിപ്പട്ടം വട്ടം കെട്ടി എഴുന്നള്ളിച്ചു പൂരം പൂരമെഴുന്നള്ളിച്ചു പൂരമെഴുന്നള്ളിച്ചു പൂരമെഴുന്നള്ളിച്ചു. ആ മാഷ് രാവിലെ തന്നെ കത്തെഴുത്ത് തുടങ്ങിയോ? അതേടോ, അതൊരു ശീലായി. എന്നും അക്ഷരങ്ങളോട് സംവദിക്കുക, മനസ്സ് തുറന്നെഴുതുക, അതൊരു സുഖാണോ. ഈ ഓണത്തിന് മകനും മരുമകളും പേരക്കുട്ടികളും ഒക്കെ വരണുണ്ട്. ആ അതെയോ? കായക്കൊല ഇനിയും വേണ്ടി വരും കൃഷ്ണ. ഈ കുറി ഇത് മതിയാവില്ല. അതിനെന്താ മാഷെ, എത്ര വേണമെങ്കിലും എത്തിക്കാം. മാഷിന്റെ സന്തോഷം മാത്രം മതി. ഹരിക്കുട്ടന, നിനക്കും സുധയ്ക്കും കുട്ടികൾക്കും സുഖമെന്ന് കരുതുന്നു. അച്ഛൻ എവിടെ കൃഷിയും മരുന്നും അസുഖങ്ങളും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്നു. ഓണം ഇങ്ങടുത്തു. ഇപ്രാവശ്യമെങ്കിലും നീയും കുട്ടികളും വരണം. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാ. വയ്യ മോനെ, എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ ദേവുന്റെ നിന്റെ അമ്മയുടെ മുഖം എല്ലായിടത്തും. ഒറ്റപ്പെടൽ അതൊരു വല്ലാത്ത വേദനയാണോ. വയ്യ. പുറത്തെ കാര്യങ്ങൾ നോക്കാൻ കൃഷ്ണനും സമയത്തിന് ആഹാരം എത്തിക്കാൻ തെക്കയിലെ ഗായത്രി കുട്ടിയൊക്കെ ഉണ്ടായോണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മുറ്റത്തും പറമ്പിലും പാടത്തും എല്ലാം കുട്ടികൾ ഓടിക്കളിച്ചു നടക്കണത് സ്വപ്നം കണ്ടിരിക്കുക അച്ഛൻ. അവസാന സമയത്ത് ഒറ്റപ്പെടുന്നവരെ കാണാൻ മാവേലി തമ്പുരാൻ പോലും വരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാരോടും പറഞ്ഞു തുടങ്ങി നിങ്ങൾ വരുന്നു. പ്രതീക്ഷയോടെ അച്ഛൻ. വല്യമാമേ, എന്റെ ഗായത്രി കുട്ടി എത്തിയോ? ഇവിടുത്തെ ഫോൺ ശരിയാക്കാതെ വരെ ആരും വന്നില്ലേ? ഇല്ല മോളെ, ആരും വന്നില്ല. ആ ഹരിയേട്ടൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഓണത്തിന് 3 ദിവസം മുമ്പേ തന്നെ എല്ലാരും വീട്ടിലേക്ക് വരും അത്രേ. ഓ, സന്തോഷായില്ലോ. അപ്പോ ഈ തറവാട് നിറയെ ആളായിരിക്കും. നീ വേണട്ടോ, എല്ലാറ്റിനും എന്നെ കൊണ്ടാവില്ല. ചെറിയൊരു പനി ലക്ഷണം ഉണ്ടല്ലോ. സന്തോഷം കൊണ്ടാ. ഞാൻ ഇറങ്ങട്ടോ. കഞ്ഞി തണുക്കണേനും പോയി കുടിച്ചോളൂ. ശരി. ഇത് ഇന്നെങ്ങാനും തീരുവോ? നാളെ കുട്ടികൾ ഇങ്ങെത്തും. ആ ഇപ്പൊ ശരിയാക്കി തരാ. ആഹാ, ഈശ്വര, കുട്ടിയോട് വന്നല്ലോ. ശിവശങ്കരൻ മാഷ, ഒരു കൊറിയർ ഉണ്ട്. 1 മിസ്റ്റർ ഹരിശങ്കർ. പ്രിയപ്പെട്ട അച്ഛന് സുഖമെന്ന് കരുതുന്നു. ഈ ഓണത്തിനും വരാൻ കഴിയില്ല അച്ഛാ. ഓഫീസിലെ ഓരോ തിരക്കും, പിന്നെ കുട്ടികളോ സ്കൂളോ. അച്ഛനിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
പിന്നെ ശരീരം ശ്രദ്ധിക്കണം, മരുന്ന് കഴിക്കാൻ മറക്കരുത്. ഓണം ഇനിയും വരുമല്ലോ, നമുക്ക് ആഘോഷിക്കാം. പിന്നെ ഓണക്കോടി ഇതോടൊപ്പം വായിക്കുന്നു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിർത്തുന്നു. സ്നേഹത്തോടെ, ഹരി. ഓണക്കോടി ആർക്കും വേണ്ട. വീണ്ടും വീണ്ടും ഈ വൃദ്ധൻ തനിച്ചായി. ആർക്കും വേണ്ട, ആർക്കും വേണ്ട.